ഹരിശ്രീ ഗണപതയേ നമ. അവിഘ്നമസ്തു. പുരഞ്ജനോപാഖ്യാനം. പ്രാചീന ബർഹിസിൻ്റെ നഗരിയിലെത്തിയ ശ്രീനാരദനെ മഹാരാജാവ് സത്കരിച്ചു പൂജിച്ചിരുത്തി. കർമ്മനിരതനായിരുന്ന പ്രാചീന ബർഹിസിനു തത്വോപദേശം നൽകുകയും കാമ്യകർമ്മങ്ങൾ അനുഷ്ഠിച്ചതിൻ്റെ ഭീകരഫലങ്ങളെക്കുറിച്ചു ബോധവാനാക്കുകയും ചെയ്യാനായിരുന്നു ദേവർഷി വന്നത്. കാമ്യകർമ്മങ്ങൾ ഒരിക്കലും നിത്യാനന്ദം പ്രദാനം ചെയ്യുകയില്ലെന്നു വ്യക്തമാക്കാനായി നാരദൻ പുരഞ്ജനൻ്റെ കഥ പറഞ്ഞു. പണ്ടു പുരഞ്ജനൻ എന്നൊരു രാജാവുണ്ടായിരുന്നു. അദ്ദേഹത്തിനു പ്രിയങ്കരനായ ഒരു മിത്രമുണ്ടായിരുന്നു. സുഹൃത്തിനെ ഉപേക്ഷിച്ചിട്ട് പുരഞ്ജനൻ ഒരു വാസസ്ഥാനമന്വേഷിച്ച് അലഞ്ഞു നടന്നു. പല നഗരങ്ങളും കണ്ടെങ്കിലും ഒന്നും അദ്ദേഹത്തിന് ഇഷ്ടമായില്ല. ഒടുവിൽ ഹിമാലയത്തിൻ്റെ താഴ്വരയിൽ തെക്കുഭാഗത്തായി 9 ദ്വാരങ്ങളുള്ള ഒരു സുന്ദര നഗരം കണ്ടെത്തി. ആ നഗരിയുടെ ബാഹ്യോദ്യാനത്തിൽ അനേകം ദാസീദാസന്മാരോടു കൂടിയ ഒരു സുന്ദരിയെ കണ്ടുമുട്ടി. നഗരനാഥയായ അവളിൽ പുരഞ്ജനൻ മോഹിച്ചുപോയി. അനുയോജ്യനായ വരനെ കണ്ടെത്തുവാൻ മോഹിച്ചു നടക്കുകയായിരുന്നു ആ സുന്ദരി. പുരഞ്ജനൻ അവളോട് വിവാഹാഭ്യർത്ഥന നടത്തി. പുരഞ്ജനനെ കണ്ട മാത്രയിൽ തന്നെ മോഹിച്ചു പോയിരുന്ന അവൾ ആ അഭ്യർത്ഥന സ്വീകരിച്ചു. പുരഞ്ജനൻ അവളോടൊത്തു സുഖഭോഗങ്ങൾ അനുഭവിച്ചു നാൾ കഴിച്ചു. അവളോടൊപ്പമേ ആഹാരം കഴിക്കൂ എന്നു നിർബന്ധം പിടിച്ചിരുന്ന പുരഞ്ജനൻ എല്ലാ കാര്യങ്ങളിലും പത്നിയെ അനുസരിക്കാൻ തുടങ്ങി. അങ്ങനെ പുരഞ്ജനൻ അവളുടെ കളിപ്പാട്ടമായി മാറി. ഒരിക്കൽ നായാട്ടിനു പോയ പുരഞ്ജനൻ ക്രൂരശരങ്ങൾ പ്രയോഗിച്ച് ഒട്ടേറെ കാട്ടുമൃഗങ്ങളെ വധിച്ചു. ഒടുവിൽ തളർന്നുവശായ പുരഞ്ജനൻ സ്നാനാസനാദികൾ കഴിച്ചു ശയ്യാഗാരത്തിലെത്തി. പ്രിയതമയെ കാണാതെ സംഭ്രാന്തനായ അദ്ദേഹം ദാസിമാരോടാരാഞ്ഞു. അവൾ വെറും തറയിൽ കിടന്നുരുളുകയാണെന്നും കാരണം തങ്ങൾക്കറിഞ്ഞുകൂടെന്നും ദാസിമാർ പറഞ്ഞു. പുരഞ്ജനൻ അവളുടെ അടുത്തെത്തി അനുനയിപ്പിച്ചു. സമാശ്വസ്തയായ അവൾ വിവിധ കലാപ്രയോഗങ്ങൾ കൊണ്ട് പുരഞ്ജനനെ രമിപ്പിച്ചു. അവളുടെ ആലിംഗന സുഖത്തിൽ അമർന്ന രാജാവ് നാളുകൾ കഴിഞ്ഞു പോകുന്നതുപോലും അറിഞ്ഞില്ല. അവളിൽ പുരഞ്ജനന് അനേകം പുത്രന്മാരും പുത്രിമാരുമുണ്ടായി. ഭോഗലാലസനായിരുന്ന പുരഞ്ജനൻ വൃദ്ധനായി. ചണ്ഡവേഗൻ എന്ന ഗന്ധർവൻ പുരഞ്ജനൻ്റെ നഗരിയെ വളഞ്ഞു. 5 തല നാഗം ഗന്ധർവനെയും അനുയായികളെയും തടഞ്ഞു നിർത്തി. പുരഞ്ജനൻ ഗന്ധർവസേനയോട് ഏറെ നേരം യുദ്ധം ചെയ്തു. 5 തല നാഗം തളർന്നു. പുരഞ്ജനൻ ചിന്താക്രാന്തനായി. ചണ്ഡവേഗനെ സഹായിക്കാനായി കാലകന്യക യവനേശ്വരനായ ഭയനെയും സൈന്യത്തെയും കൂട്ടി വന്നെത്തി. അതോടെ അത്യന്തം പീഡിതനായ പുരഞ്ജനന് ആ നഗരി വിട്ടുപോകേണ്ട സ്ഥിതിയായി. അദ്ദേഹം ചിന്തയിലാണ്ടു. എന്നെ പിരിഞ്ഞു പ്രിയതമ എങ്ങനെ ജീവിക്കും? കുട്ടികൾ അനാഥരാവുകയില്ലേ? രക്ഷയ്ക്കുണ്ടായിരുന്ന 5 തല നാഗം വിട്ടുപോയിരിക്കുന്നു. നഗരി ഏതാണ്ട് തകർന്നു കഴിഞ്ഞു. കഠിനയാതനകൾ സഹിച്ചുകൊണ്ട് പുരഞ്ജനൻ പ്രിയതമയെ തന്നെ ചിന്തിച്ചു കാലധർമ്മം പ്രാപിച്ചു. പുരഞ്ജനൻ പണ്ടു നടത്തിയ യജ്ഞങ്ങളിൽ വധിക്കപ്പെട്ട മൃഗങ്ങൾ കൂർത്ത കൊമ്പുകൾ കൊണ്ട് അവനെ കുത്തി. സ്ത്രീയെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ട് മൃതിയടയുകയാൽ പുരഞ്ജനൻ വിദർഭ രാജാവിൻ്റെ പുത്രിയായി വീണ്ടും ജനിച്ചു. പാണ്ഡ്യരാജാവായ മലയധ്വജൻ അവളെ വേട്ടു. അവർക്ക് ഒരു പുത്രിയും 7 പുത്രന്മാരുമുണ്ടായി. അഗസ്ത്യൻ ആ പുത്രിയെ വിവാഹം കഴിച്ചു. അവർക്ക് ദൃഢച്യുതൻ എന്നൊരു പുത്രനുണ്ടായി. അദ്ദേഹത്തിൻ്റെ പുത്രനായിരുന്നു യുഗ്മവാഹനൻ.
മലധ്വജൻ രാജ്യഭാരം പുത്രന്മാരെ ഏൽപ്പിച്ചിട്ട് ഭാര്യാസമേതനായി വനത്തിൽ പോയി ദീർഘകാലം ധ്യാനത്തിൽ മുഴുകി ജീവിച്ചിട്ട് നിത്യാനന്ദം നേടി. ഭർതൃവിയോഗ ഖിന്നയായ വൈദർഭി സതി അനുഷ്ഠിക്കാൻ ഒരുങ്ങി. പേരറിഞ്ഞുകൂടാത്ത ഒരു പൂർവകാല സുഹൃത്ത് അവിടെ എത്തി അവളെ സാന്ത്വനിപ്പിച്ചു. മുഖ്യതബോധനൻ നാരദനന്നതി വിഖ്യാതനായെഴും പ്രാചീന ബർഹിസിൻ പൂരിലമ്മാറെഴുന്നള്ളിയ നേരത്തു സാരനായുള്ള നരവരനും മുദാ ഭക്ത്യാ നമസ്കൃതി ചെയ്തെഴുന്നേറ്റുടൻ പ്രീതി കൈക്കൊണ്ടു കൂട്ടിക്കൊണ്ടു പോയി ചെന്നു അർഘ്യപാദ്യാസന പൂജകളെ മുദാ രാജപ്രവരനും ചെയ്തിരുത്തിയിടിനാൻ. അപ്പോൾ മഹാമുനി നാരദനാത്മജ്ഞാനപ്രഭേദങ്ങളാം അദ്ഭുതവാണികൾ ജൽപ്പിച്ചതു കേട്ടു സംസാര വൈരാഗ്യമുൾപ്പൂവിലുൾക്കലർന്നു പൃഥിവീശ്വരൻ. ജ്ഞാനോപദേശഗ്രഹണത്തിലാഗ്രഹം മാനസേ പൂണ്ടു ചോദിച്ചതിന്നുത്തരം ചൊന്നാൻ മുനീന്ദ്രനെടോ നൃപതീശ്വരാ, മുന്നം ഭവാനാലഹോ ഹനിച്ചിടിന യജ്ഞപശുക്കൾ ഭവാനെ ഹനിപ്പതിനജ്ഞാനികൾ പരലോകത്തുളരടോ. എന്നുള്ളതിങ്കൽ പുരഞ്ജന വൃത്തമാകുന്നോരിതിഹാസവുമരുളി ചെയ്താൻ മുന്നം പുരഞ്ജനനാം നരേന്ദ്രോത്തമൻ തന്നുള്ളിലങ്ങവിജ്ഞാത സഖനെയും വിട്ടുകളഞ്ഞൊരു രാജധാനീന്ദ്രമുത്കൃഷ്ടമായുണ്ടാക്കുവാൻ തിരഞ്ഞിടിനാൻ. കണ്ടിലതു തനിക്കുള്ളിൽ തെളിഞ്ഞതു കൊണ്ടഥ പിന്നെയും നീളെ നടന്നവൻ ഖിന്നനായേറ്റം പരവശനായുടൻ ചെന്നു ഹിമവദ്ഗിരിവരൻ തന്നെ താഴ്വരയിങ്കലമ്മാറു തെക്കേ പുറത്താവോളമമ്പോടു നോക്കി നടക്കുമ്പോൾ 9 വാതിലുള്ളൊരു പുരവരം മുമ്പിലമ്മാറതിലക്ഷണയുക്തമായി കണ്ടാനവൻ. പുറമേ ബഹുശോഭ പൂണ്ടുണ്ടൊരുദ്യാനമതിങ്കൽ വിവിധമാം പുഷ്പസൗരഭ്യ സമൃദ്ധി ഗുണങ്ങളാലുൾപ്പൂവിലമ്മാറു ദർപ്പകഭ്രാന്തികൾ സുസ്ഥലത്തിങ്കലൊരുത്തിയെ കേവലം 100 ജനങ്ങൾ സഖിമാരുമായേറെയുള്ളൊരു ബഹുനായകന്മാരോടും പഞ്ചഫണനാമഹിവരൻ തന്നോടു മഞ്ജിതയാം പ്രമദോത്തമ തന്നെയും ഭർത്താവിനെ തിരഞ്ഞങ്ങു നടക്കുന്നൊരുത്തമയാം അവളെ കണ്ടു സാദരം ചിത്തെ മുഴുത്ത മദന പരവശാലത്തേൻ മൊഴിയാളോടാശു ചോദിച്ചിതു. എന്തെടോ സുന്ദരിയായ നീതാനുടനെന്തിനായിങ്ങനെ സഞ്ചരിക്കുന്നതും ആരുടെ നന്ദനയായതു നീയകതാരിൽ നിരൂപിച്ച കാര്യമൊന്നെന്തെടോ. ആരു നിനക്കിഹ ഭൃത്യരായി മേവിന വീരയോദ്ധാക്കളും നാരിമാരുമിവർ മുന്നിൽ നടക്കും ഫണീന്ദ്രനു നാമമെന്തൻ പോടു നീ ഭുവനേശ്വരിയാകിയ പാർവതിയോ രമാദേവിയോ കേവലമീ വണ്ണമുള്ള നീതാനവരല്ലയോ. ഭൂമൗ നടക്കുന്നതാകയാലെത്രയും കോമളയായ നീ വീരനാമെന്നുടെ മാനസനാഥയായെന്നോടു കൂടെ വന്നാനന്ദമോടിപ്പുരിയെ നിരന്തരം നന്നായി അലങ്കരിപ്പാനുള്ള യോഗ്യമുണ്ടിന്ദിരാദേവിയുമായി മുകുന്ദൻ പരൻ വൈകുണ്ഠലോകമലങ്കരിച്ചേതുമോരാകുലമെന്നിയെ വാഴുന്ന വണ്ണമേ
എന്നെയും വച്ചുകൊണ്ടിപ്പുരി തന്നെയും നന്നായി അലങ്കരിക്കണം മനോഹരേ. നിന്നെയും വച്ചുകൊണ്ടെന്നെ പൊരുന്നിതു കന്ദർപ്പനെന്നതിനി നിന്നുടെ വ്രീളയ സാകമവനതമാകിയ മേളമുഖാംബുജം കാട്ടി രക്ഷിക്കമേ. ഇത്തം പറയും പുരഞ്ജനോടുടനെത്രയുമത്യാദരേണ പുരഞ്ജനി ചൊന്നാൾ. പുരുഷോത്തമനായിരിക്കുന്ന നിന്നോടു ഞാൻ പറയാമിതിന്നുത്തരം. ഉത്പാദകനായ താതനെ ഞാൻ എൻ്റെ ചിത്തെ ധരിച്ചിരിക്കുന്നതിലേതുമേ. ഈ സ്ഥലത്തിങ്കൽ വന്നെത്തിയേനിന്നു ഞാൻ. സ്ത്രീജനങ്ങളെല്ലാം സഖിമാരല്ലോ. നിത്യമീ കാണായി ചമഞ്ഞ പുരുഷരുമത്ര മമ സഖന്മാരെന്നറിയുക നീ. ഞാനുറങ്ങുമ്പോഴുതും പുനരന്തരാ നൂനമുണർന്നിരിക്കും വിധിയിങ്കലും. താനിപ്പുരി പരിപാലിച്ചിരിപ്പവനാനന്ദമുൾക്കൊണ്ടിവൻ ഫണീന്ദ്രോത്തമൻ. എന്നിങ്ങനെയുള്ളതെൻ പരമാർത്ഥമിന്നെന്നെയിങ്ങെത്തിച്ചതീശ്വരാനുഗ്രഹം തന്നെ. വിഷയങ്ങളിച്ഛിച്ചിരിക്കുന്ന നിന്നെ അനുഭവിപ്പിപ്പാനെനിക്കുള്ള ബന്ധുക്കളുമായനുഭൂതി സിദ്ധനായന്ധത എന്നിയെ നിത്യസുഖാന്വിതം. എന്നോടു ചേർന്നിപ്പുരിയിൽ നൂറ്റാണ്ടു വാഴ്കെന്നു തോന്നിയിടുകിൽ നന്നായി വരും ദൃഢം. നിന്നെ കണക്കെ സദൃശരായാരെയും മന്നിടത്തിങ്കൽ ഞാൻ മറ്റു കണ്ടിലടോ. ധർമാർത്ഥ കാമ മോക്ഷാനന്ദ സന്തതി ധർമ്മയശസ്കരമാം ഗൃഹസ്ഥാശ്രമം. ദേവകൾക്കും ഋഷികൾക്കും പിതൃക്കൾക്കുമേവം മനുഷ്യഭൂതങ്ങൾക്കുമാശ്രയം. കേവലമീ ഗൃഹസ്ഥാശ്രമമെന്നറിഞ്ഞാവിർമുദാ ബദ സാധിച്ചു കൊള്ളുവാൻ. വീര്യബലാദ്യം സൗന്ദര്യമാദിയാം കാര്യഗുണങ്ങൾ ചേർന്നിടും ഭവാനെ ഞാൻ. നൂനം വരിക്കുന്നതുണ്ടി ഗുണങ്ങൾ ചേർന്നാനന്ദവാനായ നിന്നെയുപേക്ഷിപ്പാൻ മാനസേ തോന്നുകയില്ലൊരുത്തിക്കുമെന്നാനന്ദവാണികളാൽ ഭ്രമിപ്പിച്ചുടൻ ചെന്നു പുരഞ്ജനൻ തന്നെ വരിച്ചു സമ്പൂർണമോദേന പുരഞ്ജനിയും തമ്മിൽ. ദമ്പതിമാരായി പുരിയിലകം പൂക്കു സമ്പ്രതി നൂറ്റാണ്ടിരുന്നാർ സുഖാന്വിതം. തുടരും. ഹരേ കൃഷ്ണ.